ദേശാടന പക്ഷികളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും മനുഷ്യർ കണ്ടുപഠിക്കണം ഈ ജീവികളെ. നമുക്കൊക്കെ കാലങ്ങൾ അറിയാൻ കലണ്ടർ വേണം. എന്നാൽ പക്ഷിമൃഗാദികൾ എങ്ങനെയാണ് കാലങ്ങൾ തിരിച്ചറിയുന്നത്? ഏത് കലണ്ടർ നോക്കിയാണ് കൃത്യമായി അവർ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്? ഇതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷികൾ മാത്രമല്ല, മൃഗങ്ങളും ദേശാടനം നടത്താറുണ്ട്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മൃഗദേശാടനം നടക്കുന്നത് മസായി മാരയിലാണ്. എല്ലാ വർഷവും തങ്ങളുടെ ഇരകൾ എത്തുന്നത് നോക്കിയിരിക്കുന്ന മാരായ് നദിയിലെ മുതലകളെയും മസായി മാരയിലെ സിംഹങ്ങളെയും പുലികളെയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിജീവനത്തിനായി എത്ര ത്യാഗവും സഹിച്ച് എല്ലാ വർഷവും മാരായ് നദി നീന്തിക്കടന്ന് പുൽമേടുകൾ തേടുന്ന സസ്യബുക്കുകളായ വന്യമൃഗങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? എല്ലാവരും അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ആ മഹാദേശാടനത്തിന്റെ കാട്ടുപാതകളിലേക്കാണ് നാം സഞ്ചരിക്കുന്നത്. കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ നിന്നും 170 കിലോമീറ്റർ അകലെ അതിവിശാലമായ മാരായ് നദിയും അതിൽ നിൽക്കുന്ന പുൽത്തകിടികളും നിറഞ്ഞ മനോഹരമായ ഭൂപ്രദേശം. മാരായ് നദിക്ക് അക്കരെ ടാൻസാനിയൻ അതിർത്തിയിലുള്ള സെറൻഗെറ്റി വനം. നൂറ്റാണ്ടുകളായി ഈ രണ്ട് രാജ്യങ്ങളിലെയും വന്യജീവികൾക്ക് ഒരൊറ്റ ഭൂമികയാണ് മാരായ് നദിയുടെ ഇരുകരകളും. ഒരൊറ്റ നിയമമാണ് ഇവിടുത്തെ വന്യജീവികൾക്കുള്ളത്. അവരുടെ ജീവിതവും അതിജീവനവും മരണവും എല്ലാം മാരായ് നദിയിലെ ഇരുകരകളിലേക്കുമുള്ള പ്രയാണമാണ്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് മസായി മാരയിലേക്കുള്ള ദേശാടന കാലം. ടാൻസാനിയൻ അതിർത്തിയിലെ സെറൻഗെറ്റി വനത്തെയും കെനിയയിലെ മസായി മാര വനത്തെയും വേർതിരിച്ചുകൊണ്ടാണ് മാരായ് നദി ഒഴുകുന്നത്. മെഡിറ്ററേനിയൻ കടൽ മുതൽ സൗത്ത് ആഫ്രിക്ക വരെ നീണ്ടുകിടക്കുന്ന ദി ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ മടിത്തട്ടിലായാണ് 1510 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ വന്യമൃഗ സങ്കേതം. ജൂലൈ മാസത്തിലെ കടും വേനലിൽ സെറൻഗെറ്റി കാടുകൾ കരിഞ്ഞുണങ്ങും. തടാകങ്ങൾ വറ്റി വരളും. പുൽമേടുകൾ മൊട്ടക്കുന്നുകളാകും. വൻമരങ്ങൾ പോലും ഇലകൾ കൊഴിഞ്ഞ് അസ്ഥികൂടമാകും. ഈ അവസ്ഥയിൽ ജീവൻ രക്ഷിക്കാനായി സെറൻഗെറ്റി കാടുകളിലെ മൃഗങ്ങൾ മാരായ് നദിക്കപ്പുറമുള്ള മസായി മാര താഴ്വാരത്തിലേക്ക് നൂറ്റാണ്ടുകളായി തുടരുന്ന മഹാദേശാടനത്തിന് കലമാനുകളും വൈൽഡ് ബീസ്റ്റുകളും സീബ്രകളുമാണ് പ്രധാനമായും ഈ മഹാദേശാടനത്തിന്റെ ഭാഗമാകുന്നത്. കുലം കുത്തിയൊഴുകുന്ന മാരായ് നദി നീന്തിക്കടക്കുന്നതിനിടയിൽ നൂറുകണക്കിന് ജീവികൾ കുത്തൊഴുക്കിൽപ്പെടും. മുതലകൾക്ക് തീറ്റയായും ഒപ്പം നീങ്ങുന്ന സിംഹങ്ങൾക്ക് ഇരയായും കുറേയേറെ മൃഗങ്ങൾ ചത്തൊടുങ്ങും. ശേഷിക്കുന്നവ തങ്ങളുടെ സ്വപ്നഭൂമി തേടി പ്രയാണം തുടങ്ങും. ഗർഭിണികൾ പ്രസവിക്കുന്നത് പോലും പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ 2-3 മിനിറ്റുകൾക്കുള്ളിൽ എഴുന്നേറ്റ് അമ്മയോടൊപ്പം ഓടി തുടങ്ങും. അതെ, അതിജീവനത്തിനുള്ള ഓട്ടപ്പാച്ചിൽ. ദിവസങ്ങളോളമുള്ള ഈ പ്രയാണം അവസാനിക്കുന്നത് മസായി മാരയിലെ ഹരിതാബയിലാണ്. മാരായ് നദി കടന്ന് മസായി മാരയുടെ വലിയ ലോകത്തേക്ക് ഈ മൃഗങ്ങൾ പ്രവേശിക്കും. നദി കടന്നാൽ ചെറുമൃഗങ്ങളെ പിടികൂടാൻ സിംഹങ്ങളും പുലികളും ഒക്കെ പതുങ്ങിയിരിക്കും. വേട്ടയാടി ബാക്കിയായ അവശിഷ്ടങ്ങൾ തേടി കഴുകന്മാർ വട്ടമിട്ട് പറക്കും. ആക്ഷൻ ഫോട്ടോകൾ കിട്ടാൻ ഫോട്ടോഗ്രാഫർമാരും ഇവിടെ പതുങ്ങിയിരിക്കും. മസായി മാരയിലെ ജൈവ വ്യവസ്ഥയെ നിലനിർത്തുന്നത് ഈ മൈഗ്രേഷനാണ്. ഈ മൈഗ്രേഷൻ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങളിൽ ഒന്ന് മാത്രമല്ല, അത് എല്ലാ വർഷവും ഒരു മുടക്കവുമില്ല. മസായി മാര കെനിയയിലെ നാരെ കൗണ്ടിയിലുള്ള ഒരു സംരക്ഷിത വനമേഖലയാണ്. നെയ്റോബിയിൽ നിന്ന് റോഡ് മാർഗം യാത്ര ചെയ്താൽ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് പകർത്താൻ കഴിയും. ലാൻഡ്സ്കേപ്പുകൾ അത്ര മനോഹരമാണ്. മസായി മാര എത്തുന്നതിന് മുൻപ് തന്നെ കൺകുളിർപ്പിക്കുന്ന ചിത്രങ്ങൾ കിട്ടുന്ന ദി ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിൽ മേടുകളിൽ നിമിഷങ്ങൾ കൊണ്ടുണ്ടായിരുന്ന ഫ്രെയിമുകൾ, മാതൃവാത്സല്യങ്ങൾ, മൃഗപോരാട്ടങ്ങൾ, പ്രണയഭാവങ്ങൾ, അങ്ങനെ ഓരോന്നും ഓരോ നിമിഷവും നമ്മളെങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഭൂമികയാണ് മസായി മാര. എല്ലാ വർഷവും ഫോട്ടോഗ്രാഫേഴ്സിന്റെയും പരിസ്ഥിതി സ്നേഹികളുടെയും സ്വപ്നങ്ങളിൽ എന്നാണ് കെനിയയിലെ മസായി മാര കാടുകളിലേക്കുള്ള യാത്ര. മസായി മാരയിലെത്തി ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട അത്യപൂർവവും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് മൃഗങ്ങളുടെ ഈ മഹാദേശാടനം. ട്രക്കുകളിൽ കയറി വനത്തിലൂടെ സഞ്ചരിച്ച് വന്യമൃഗങ്ങളെ ഏറ്റവും അടുത്ത് കാണാനാകുമെന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 4 മാസത്തോളം മസായി മാരയിൽ കഴിയുന്ന വന്യമൃഗങ്ങൾക്ക് ഒക്ടോബറോടെ അവിടെ വിടേണ്ടി വരും. കാരണം ഒക്ടോബർ മാസത്തിൽ മസായി മാരയിൽ വേനൽ ആരംഭിക്കും. അവിടെയുള്ള പുല്ലുകൾ ഉണങ്ങിത്തുടങ്ങും. അതോടെ വന്യജീവികളുടെ അപ്പോഴേക്കും സെറൻഗെറ്റിയിലെ പുൽമേടുകൾ പുതുനാമ്പിട്ട് പച്ച പുതച്ചു തുടങ്ങും. തിരിച്ചുപോക്കും ഈ മൃഗങ്ങൾക്ക് അത്ര ലളിതമല്ല. മസായി മാരയിലെ സിംഹങ്ങളെയും പുലികളെയും ഒക്കെ ഓടി തോൽപ്പിച്ചു വേണം മാരായ് നദിക്കരയിലെത്താൻ. മാരായ് നദിയിലും തങ്ങളുടെ ഇരകൾ മുതലകളുടെ വായിൽപ്പെടാതെ രക്ഷപ്പെടുന്ന മൃഗങ്ങൾ തിരികെ സെറൻഗെറ്റിയിലെത്തും. നൂറ്റാണ്ടുകളായി തുടരുന്നതാണ് ഈ ചാക്രിക പ്രയാണം. ഇനിയും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഇത് തുടരുകയും ചെയ്യും. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അതിജീവനത്തിനായി ദേശാടനം നടത്തുന്ന ഈ ജീവികൾ മനുഷ്യർക്ക് നൽകുന്നത് ആത്മവിശ്വാസത്തിന്റെ വലിയ